നമസ്കാരം, ട്രാവൽ ഓൺ സ്മോറിന്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. രാവിലെ 6 മണിക്ക് വീണ്ടും ഒരു മല കയറാൻ വേണ്ടി ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളം ഇല്ലേ, വാഴക്കുളത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. സൂര്യൻ തോണ്ടേ അവിടെ ഉദിച്ചു. അപ്പം മുകളിൽ ചെന്നിട്ട് സൺറൈസ് കാണാമെന്നുള്ള ആഗ്രഹം വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ മുകളിൽ നല്ല കോടയിൽ ലാൻഡ്സ്കേപ്പ് നിൽക്കുന്ന സീനെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി മണ്ടയ്ക്ക് കയറാൻ പോവാണ്. ഈ കാണുന്ന ചെറിയ കുന്ന് കയറിയിട്ട് വേണം ഏറ്റവും മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അതേ ഇങ്ങോട്ട് നോക്കി, നമ്മൾ ഒരു ഏതാണ്ടൊരു മുകളിലെത്തിയപ്പോൾ തന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞത് ഇതാണ്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. കോട ഇങ്ങനെ മുകളിലിങ്ങനെ കിടക്കുകയാണ്. സ്ഥലത്തെക്കുറിച്ച് വലിയൊരു സസ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല, കാരണം ഒരുപാട് വീഡിയോസും ഒരുപാട് ആളുകളും ഒക്കെ വരുന്നൊരു സ്ഥലമാണിത്. ചക്കിപ്പാറ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗിൽ തന്നെ ഒരു ഹിൽ ടോപ്പ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അതിന്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. മോർണിംഗ് വൈബ്സ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ ഫീലാണ്. സംഗതി ഹെവിയാണ് കേട്ടോ. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഒരു തൊട്ടടുത്തുള്ള സ്ഥലമായതുകൊണ്ട് നമുക്കെപ്പോഴും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെ നമ്മൾ അങ്ങനെ വലിയ വില കൊടുക്കാറില്ലല്ലോ. വീഡിയോ കണ്ടിട്ടൊന്നും ഇത്രയൊരു ഹെവി പ്ലേസ് ആണെന്ന് തോന്നില്ല. മിക്കവാറും വീഡിയോസ് എല്ലാം ഈവനിങ് ടൈമിൽ എടുത്തേക്കുന്നതാണ്. അപ്പോൾ മോർണിംഗ് ടൈമിലുള്ള വീഡിയോ എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും ഫസ്റ്റ് യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. ചുറ്റും 360 നമുക്ക് ഈ കോട ഇങ്ങനെ ഫുള്ള് വിരിച്ചു നിൽക്കുന്നത് കാണാം. അവിടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സീന്. പിന്നെ പാറപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ മലമൂടിൻ്റെയിലും കാണുന്ന പോലെ തന്നെ മതചിഹ്നങ്ങളൊക്കെ നമുക്ക് ഒരു കുരിശടിയൊക്കെ മുകളിലുണ്ട്. ഗുഡ് ഫ്രൈഡേ ആ സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് ഒരുപക്ഷെ ആളുകൾ വരുന്നുണ്ടാവും തീർത്ഥാടനത്തിനൊക്കെ ആയിട്ട്. ഈ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആണ്. ഒരു പ്രത്യേകിച്ച് സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. താഴെ പോയിട്ടുണ്ടെങ്കിൽ പോക്കാണ്. ഇതുകൊണ്ടാ ഇപ്പോൾ പൂർണ്ണമായിട്ടും സൺറൈസ് ആയിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് വെളിച്ചം കാണാം. താഴേക്ക് നോക്കുവാണെങ്കിൽ വാഴക്കുളത്തെ കാർമൽ സ്കൂള്, തൊട്ടടുത്ത് പള്ളിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അമ്പലത്തിൻ്റെ പാട്ടും റൈറ്റ് സൈഡിൽ നിന്ന് പള്ളിയിലെ ഭക്തിഗാനവും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. താഴെയൊക്കെ നല്ല പച്ചപ്പുകളൊക്കെ ഉണ്ട്, വീടുകളുണ്ട്. അവിടെയായിട്ട് പാടങ്ങളാണെന്ന് തോന്നുന്നു. ആ ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിൽപ്പുണ്ട്. ശരിക്കും അങ്ങോട്ട് കോട മാറിയിട്ടില്ല, എല്ലാം ഒന്ന് വിസിബിളായിട്ട് വരുന്നുള്ളൂ.
സമയം ഇപ്പം 8 മണിയായിട്ടുണ്ട്. വെയിൽ എല്ലായിടത്തും പരന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ഭാഗങ്ങളും ഇപ്പം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ താഴെ ഭാഗത്തെ വീടുകൾ അപ്പുറ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ വാഴക്കുളം സിറ്റി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൂവാറ്റുപുഴ എറണാകുളം മേഖലയിലുള്ളവർക്ക്, തൊടുപുഴയുള്ള ആളുകൾക്ക്, കോതമംഗലം ഭാഗത്തേക്കുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒരു മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഒക്കെ വന്നിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ ചക്കിപ്പാറ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴയുള്ള സമയമാണെങ്കിൽ കുട കയ്യിൽ കരുതാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഒരുപാട് നടക്കാനോ ട്രെക്ക് ചെയ്യാനോ ഒന്നും ഇല്ല. വെറും എനിക്ക് തോന്നുന്നു 200 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ കാറ് ചെല്ലുന്ന സ്ഥലത്തുനിന്ന് മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട്. ഈ 4 വീലുമായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു 2-3 വണ്ടിയിൽ കൂടുതൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ആ താഴെ ഭാഗത്ത് ഇല്ല. വീക്ക് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഹോളിഡേയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയൊരു കോൺക്രീറ്റ് വഴിയാണ്. അപ്പോൾ നമുക്ക് റിവേഴ്സ് പോകേണ്ട സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബൈക്കിന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഓഫ് റോഡ് ഫീൽ കിട്ടും. അവിടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഡ്വഞ്ചർ ഓഫ് റോഡ് ഫീലൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചക്കിപ്പാറയിൽ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം എല്ലാം നമ്മൾ കണ്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ തിരിച്ചു പോവാണ്. ചക്കിപ്പാറയിലെ മോർണിംഗ് കാഴ്ചകളൊക്കെ കണ്ടത് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി പ്ലേസ് ആയിരുന്നു. നൈസ് ഒരു മോർണിംഗ് എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും റിവ്യൂസ്, എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന മച്ചന്മാർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി സ്ഥലമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.